In this video, we will see the levels of assessment. Assessment മൂന്ന് levels ആയിട്ടാണ് പറയുന്നത്. First one is assessment as learning. Assessment as learning occurs when students reflect on and monitor their progress to inform their future learning goals. അപ്പം അവരുടെ ലേണിംഗ് പ്രോസസ്സിന് അവർ തന്നെ അസസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് അവരുടെ പ്രോഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ഫ്യൂച്ചർ ലേണിംഗ് എങ്ങനെ പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഗിവ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ സ്റ്റുഡൻസ് ഫോർ ദിയർ സെൽഫ് അസസ്മെൻറ്റ് ആസ് വെൽ ആസ് ഫോർ പിയർ അസസ്മെൻറ്റ്. സ്റ്റുഡൻസ് തന്നെ നടത്തുന്ന അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. സോ they learn through the process of assessment and they take the increased responsibility to generate quality information about their learning and that of others. അവരുടെ തന്നെ ലേണിങ്ങിനെ കുറിച്ചും മറ്റുള്ളവരുടെ ലേണിങ്ങിനെ കുറിച്ചും ഒക്കെ ഉള്ള അറിവ് നേടാനായിട്ട് ഈ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ they'll become more responsible regarding their own learning and it should be deeply embedded in the teaching learning process. Assessment as learning എന്നുള്ളത് നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആൻഡ് ഇറ്റ് ബിക്കംസ് എ സോഴ്സ് ഓഫ് ഫീഡ്ബാക്ക് ഫോർ ദ സ്റ്റുഡൻസ് വിച്ച് വിൽ ഹെൽപ്പ് ദം ടു റീഅഡ്ജസ്റ്റ് ദിയർ ലേണിംഗ് പ്രോസസ്, റീതിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് റീലേൺ ഇറ്റ്. Assessment for learning is the second level and this is used as an approach for the teaching learning process that gives feedback regarding the students' teaching learning and it is used to improve the students' performance. So it is mainly used by the teacher to assess the learning progress of the students. So it is formative in nature, which means it is usually conducted along the teaching learning process throughout the teaching learning process and it gives more emphasis to provide feedback for the students regarding their learning by the teacher. So teacher provides useful advices for the students instead of giving marks or the providing grades for the students. Assessment of learning occurs when the teacher uses the evidence of students' learning to make judgment regarding the achievement of the students. കുട്ടികൾ എന്ത് ഗോൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അസസ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അവർ എത്രമാത്രം പഠിച്ചു എന്ന് തിരിച്ചറിയാനായിട്ടാണ് നമ്മളവിടെ അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഡിസ്ക്രൈബ് the extent to which the students possess the knowledge, attitude or skills, and this is the most common form of assessment which we use. We mainly use assessment of learning and it is mostly summative in nature. That means it is conducted at the end of the teaching learning process. And next is the different stages in assessment. The different stages of assessment are: first stage, gathering information about and evidence of the extent of effectiveness of teaching and learning. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. So you should collect information from different sources and using different tools and techniques. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ടീച്ചിങ്ങും ലേണിങ്ങും എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്റ്റേജ് 2 ഇസ് റെക്കോർഡിംഗ് ഓഫ് ഇൻഫർമേഷൻ ഗ്യാതേർഡ് സിസ്റ്റമാറ്റിക്കലി. നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷന് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആസ് വെൽ ആസ് ടു അനലൈസ് ദ ഡേറ്റ. ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് മാനുവലി നമുക്ക് റെക്കോർഡ്സിൽ എൻട്രി ചെയ്യാം അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് ആ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് സ്റ്റേജ് ഇസ് അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ഇൻഫർമേഷൻ കളക്ട്. നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഈ അനാലിസിസിലൂടെ ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫറൻസസ് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ആർ ദ strength and weakness of the different courses. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് യു ഷുഡ് റിപ്പോർട്ട് യുവർ അനാലിസിസ് ആൻഡ് ഇൻഫറൻസസ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
The fourth stage is using the information for improvement. നമ്മൾ ഈ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അറിയിക്കുന്നത് പോലെ തന്നെ നമുക്കത് നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനും ഓൾസോ ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ ഇൻഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ദ പേർപ്പസ് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിന് പല പേർപ്പസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ടു അസർട്ടൻ വാട്ട് ലേണിംഗ് ചേഞ്ച് ആൻഡ് പ്രോഗ്രസ് ടേക്സ് പ്ലേസ് ഇൻ ദ ചൈൽഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് ചൈൽഡ്സ് പേഴ്സണാലിറ്റി. അപ്പോൾ കുട്ടിയുടെ പഠിത്തം അതുപോലെ പേഴ്സണാലിറ്റി ഒക്കെ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിച്ചെന്നും ആ ലേണിംഗ് എങ്ങനെ നടക്കുന്നെന്നും ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് എത്രമാത്രം ഉണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് നമ്മൾ അസസ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. To find out the needs and learning style of every learner and to devise a teaching learning plan that is responsive to the individual needs and learning style. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഓരോരുത്തരെയും നീഡ്സും അവരുടെ ലേണിംഗ് സ്റ്റൈലും മനസ്സിലാക്കി അതിനനുസരിച്ച് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഡിവൈസ് ചെയ്ത് പുതിയ മെത്തേഡ്സും ടെക്നിക്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അസസ്മെൻറ്റ് യൂസ് ചെയ്യും. ടു ഇംപ്രൂവ് ദ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ബൈ ആഡിങ് വാല്യൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ടീച്ചിങ് എയ്ഡ്സും മെത്തേഡ്സും ടെക്നിക്സും ലേണിംഗ് എക്സ്പീരിയൻസസിൻ്റെ ഒക്കെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കാനും അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അസസ്മെൻറ്റ് യൂസ് ചെയ്യാം. To help every learner find out their interest, aptitude, strength and weakness so that the learner can evolve effective learning strategies. കുട്ടികൾക്ക് അവരുടെ സ്വന്തമായിട്ട് അവർക്ക് എന്തുമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കി അവർക്ക് പഠിക്കാനുള്ള പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ ടെക്നിക്സ് ഒക്കെ സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. To measure the extent to which the curricular objectives have been realized, to enhance the effectiveness of the teaching learning process. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. To record the progress of every learner and communicate it to parents and other stakeholders. To maintain a dialogue between the teacher and the student and also the parents as a collaborative endeavor for overall improvement of the system. To involve the learners in the process through peer and self-assessment. അപ്പം അസസ്മെൻറ്റ് ഒരു കൊളാബറേറ്റീവ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് എഫേർട്ടാക്കി മാറ്റാനായിട്ട് നമുക്ക് ടീച്ചേഴ്സും സ്റ്റുഡൻസും ഇൻവോൾവ് ആകുന്ന ഒരു പ്രോസസ്സ് ആക്കുക. ആൻഡ് ഓൾസോ ദ അസസ്മെൻറ്റ് റെക്കോർഡ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി parents and other stakeholders, and also the students should be involved in the assessment process. Just like learning process, സ്റ്റുഡൻസും അസസ്മെൻറ്റിൽ ഇൻവോൾവ് ആകുക എന്നുള്ളതാണ് മോഡേൺ കൺസെപ്റ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിയർ ആൻഡ് സെൽഫ് അസസ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So in this video we learned about the different levels of assessment, the different stages of assessment and what were the purpose of assessment. Thank you.